ഹലോ കൂട്ടുകാരെ, അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അതിന് കിട്ടിയ മീനാണെങ്കിൽ ഇത്തിരി പോകുന്ന മീൻ രാവിലെ തന്നെ രഹസ്യമായിട്ട് നമ്മളെ മീൻ നന്നാക്കൽ കടമ്പ അങ്ങോട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു വത്തൽ മീനിൻ്റെ അത്രയേ ഉള്ളൂ. വത്തൽ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുക. നമ്മുടെ അവിടെ വത്തൽ മീൻ എന്ന് പറയുക ഒരു ഇത്തിരി പോകുന്ന പൊടി മീനില്ലേ അത് കേട്ടോ. അപ്പം അതിൻ്റെ അത്രയേ ഉള്ളൂ. അപ്പോൾ 7 മണിയായി, 3/4 മണിക്കൂർ ഇരുന്നു. അതിക്കുള്ള പുളിയും വെള്ളത്തിലിട്ട്. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് നമുക്കൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് പോയാലോ. ആയിട്ട് കറിവേപ്പ് മരം ഉണ്ടാവണ്ടേ, ഏത് നേരത്തും പോയിട്ട് പറിക്കുക. പക്ഷെ പറിക്കൂലെന്ന് മാത്രം, മടി പിടിച്ച് നിൽക്കുകയാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. പക്ഷെ മടീൻ്റെ ആശാനാവുകൊണ്ട് കറിവേപ്പിലില്ലാതെ ഉണ്ടാക്കും. അല്ല പിന്നെ ഇപ്പം നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള നാടൻ കറിവേപ്പ് കിട്ടിയിട്ടുണ്ട്. സവാള ചെറുതായി കടുകും പിന്നെ ഉലുവയും ഒന്ന് എണ്ണയിൽ വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതാ മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് ഒരു 1/4 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതിടും കേട്ടോ. അതിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി മൊത്തത്തിൽ മസാല ഇടാം. പിന്നെ അതിലേക്ക് ഒന്ന് വാടിയിട്ട് പുളിവെള്ളം ഒഴിക്കുക കേട്ടോ. എനിക്ക് ഉപ്പും പുളിവെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ കായപ്പൊടി കൂടി ഇട്ടിരുന്നു കേട്ടോ. നമുക്കത് മീൻ ഇട്ടിട്ട് ഈ മീൻ കറി ഒന്ന് കുറുകി വരുന്നത് വരായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങിച്ച് വയ്ക്കാം. അപ്പം നമുക്ക് കപ്പ ഉണ്ടാക്കിയാലോ. അപ്പം അടുത്തതായിട്ട് നമുക്ക് ഇതുണ്ടാക്കാം കേട്ടോ. ഇതിന് ഇവിടെ മലപ്പുറത്തുകാർ പൂളാന്ന് പറയും, ഓരോ സ്ഥലത്ത് ഓരോതാണ്. ഞങ്ങൾ കപ്പാന്ന് കേട്ടോ പറയൽ, പൂളാന്ന് പറയലുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിത് ഏതായാലും പുഴുങ്ങിയിട്ടല്ല, അതൊന്ന് ഉടച്ചെടുക്കുകയാണ്. മീൻ കറി ഉള്ളതല്ലേ. പിന്നെ ഇത് രാവിലേക്കല്ല കേട്ടോ, ഇത് ഏട്ടൻ കടയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകും. പിന്നെ അവിടുന്ന് കഴിക്കാൻ പറഞ്ഞു. വൈകിട്ട് വരുമ്പോഴത്തേന്, പിന്നെ വൈകിട്ട് കിടക്കുമ്പോൾ അത് കഴിച്ചാൽ വയറിന് സുഖം ഉണ്ടാവില്ല പറഞ്ഞിട്ട് അത് ഉണ്ടാക്കുന്ന ഉച്ചയാകുമ്പത്തിന് കൊണ്ടുപോകാമെന്നുള്ളൊരു പ്ലാനിലാണ്. അതാണ് രാവിലെ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. കപ്പ ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഉടച്ചെടുക്കുകയല്ല, ഞാൻ പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. തേങ്ങയൊക്കെ ചതച്ചിട്ട് 2 തേങ്ങ പൊളിച്ചു, രണ്ടും ഒന്നുമില്ല അതിൽ. അപ്പം നമ്മൾ അതങ്ങോട്ട് മാറ്റിയിട്ട് വെറുതെ ഉടയ്ക്കാമെന്ന് തീരുമാനിച്ചിട്ടാ. മീനൊന്ന് പറ്റിച്ചെടുക്കുക. അതിന് ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതിട്ടതിന് ശേഷം അതൊന്ന് ഒരു ഇത്തിരി ഒന്ന് വാടിയിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിലേക്ക് ഇടുക കേട്ടോ. ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് ഈ എണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എടുക്കാം. ഇതിലേക്ക് ഇത്തിരി പുളിവെള്ളം ഒഴിക്കുക കേട്ടോ. സംഭവം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതന്നെ നമ്മളിപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആ മത്തി വറ്റിച്ച്. പക്ഷെ നമുക്ക് വലിയ മത്തി കിട്ടിയില്ല, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. അപ്പം എന്താവുന്നൊന്നും അറിയാമല്ലോ, ടേസ്റ്റ് ഉണ്ടോയെന്നും അറിയാം. അപ്പം എന്തായാലും നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. കപ്പയും മീൻ കറിയും, മീൻ വറുത്തത് എന്നാണോ അതിന് വറ്റിച്ചത് എന്നാണെന്നോ പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എപ്പോഴും പറയും പോലെ വെറുതെ പറയണതൊന്നുമല്ല, ഞാനല്ല, എല്ലാവരും ഇങ്ങനെ പറയുമല്ലോ നല്ല അടിപൊളിയാണ്, ടേസ്റ്റാണെന്ന്. അങ്ങനെയല്ല, ഇതെന്തായാലും ശരിക്കും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു.